കഴിഞ്ഞ 3 ആഴ്ചയോളമായി 7000 രൂപയിൽ നിന്ന് പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി സമരം ചെയ്യുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ. പ്രബുദ്ധരുടെ നാടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് CITU നേതാക്കളും മുൻ ആരോഗ്യമന്ത്രിയും ഇവരെ പരിഹസിക്കുകയും കേരള സർക്കാരിനോടല്ല കേന്ദ്ര സർക്കാരിനോടാണ് സമരം വേണ്ടതെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധതയും ഫാസിസ്റ്റ് മനോഭാവവും തുറന്നു കാണിക്കുന്നതാണ്. മനുഷ്യനാണെന്ന് പാടിയാൽ മാത്രം പോരാ, മനുഷ്യത്വം ഉണ്ടാകണമെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപന്തലിൽ വെച്ച് മാർക്സിസ്റ്റ് അധികാരികളെയും അധീശന്മാരെയും ഓർമ്മപ്പെടുത്തിയത് ശരിയാണ്. മന്ത്രി എന്നാൽ ആരുടെയേലുമൊക്കെ കല്യാണം കൂടി കുറെ പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത് മാത്രം നടന്നാൽ പോരാ, വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരു മന്ത്രി എങ്ങനെയാവണം എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് സുരേഷ് ഗോപി. പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴിതാ ആശാ വർക്കർമാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ആശാ പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിൽ എത്തിയിരിക്കുന്നു. സമരം ചെയ്യുന്ന പ്രവർത്തകരോട് സംസാരിച്ച സുരേഷ് ഗോപി അവർ നൽകിയ നിവേദനം സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ BJPയോ കേന്ദ്ര സർക്കാരോ കേന്ദ്രമന്ത്രിമാരും ഇടപെടണം. സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വന്നത്. അവരെ കണ്ടു, അവർ പറഞ്ഞത് കേട്ടു. അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പു നൽകി. ആശാ പ്രവർത്തകർക്ക് അനിശ്ചിതാവസ്ഥയും അരക്ഷിതാവസ്ഥയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനും നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. ആ നടപടികളിലേക്ക് കടക്കണമെന്ന് പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആരോഗ്യമന്ത്രിയോടും ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് കേന്ദ്ര പദ്ധതിയാണെങ്കിൽ അത് സ്ഥാപിതമായ സമയത്ത് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. 19 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന സമരത്തോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ച സമരമാണ് ആശാ പ്രവർത്തകരുടേത്. ഈ സമരത്തെ പൊളിക്കാൻ സംസ്ഥാന സർക്കാരും ഇടത് തൊഴിലാളി സംഘടനകളും ശ്രമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് ആശാ പ്രവർത്തകരുടെ ഓണറേറിയം വർധനവ്, വിരമിക്കൽ ആനുകൂല്യം നൽകാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അതേസമയം എരിപൊരി വെയിലിലും അപ്രതീക്ഷിതമായി എത്തിയ മഴയിലും തളരാതെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആശാ വർക്കർമാർ സമരവേദിയിലേക്ക് എത്തിച്ചേരുകയാണ്.